നയന മുകളിലിരുന്ന് വരച്ചുകൊണ്ടിരിക്കായിരിക്കും. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇവിടെ വന്നിരിക്കുന്നത്? നല്ല വെയിലുണ്ട്, മോൾ അകത്തേക്ക് പോകുന്നു പറയുമ്പം ഇവിടെയാകുമ്പോൾ നല്ലൊരു സുഖമായ അന്തരീക്ഷമുണ്ട് മുത്തശ്ശ, ചുറ്റുള്ളതൊക്കെ കാണാമല്ലോ, അങ്ങനെ ഇരുന്ന് വരയ്ക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അല്ല മോളൊന്ന് ഓഫീസിലേക്ക് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ പോണം മുത്തശ്ശ, കുറച്ചൊരു കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ആദർശേട്ട പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാ, പക്ഷെങ്കില് ഓഫീസിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രം മതി വീട്ടിലെ കാര്യങ്ങളെന്ന് മുത്തശ്ശൻ പറയാണ്. നയനയ്ക്ക് മുത്തശ്ശൻ അപ്പോയിൻമെന്റ് കൊടുത്തിട്ടോ, ഹെഡ് ഡിസൈനറായിട്ട് മുത്തശ്ശിയുടെ ഹെഡ് ഡിസൈനറായിട്ടുള്ള അപ്പോയിൻമെന്റ് ഒക്കെ നയനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഡേ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ വോയിസ് ഓവർ യാസിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നയനയാണേൽ ശരി മുത്തശ്ശൻ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. താഴേക്ക് പോയിട്ട് അവളുടെ മുറിയിൽ ചെന്നിട്ട് ഈ ഡിസൈനൊക്കെ ഒന്നുകൂടെ നോക്കുകയാണ്. അതിനുശേഷം അതെല്ലാം അവളുടെ ഫയലിലാക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പോയി ഫ്രഷൊക്കെ ആയിട്ട് വരികയാണ്. കുളിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും ജലജയും അഭിയും ഓർക്കാണ്, ഇന്നത് ക്ലയൻസിന് കൊടുക്കാനുള്ള പേപ്പറുകളാമേ, അതെന്തായാലും ഇനി അവളുടെ റൂമിൽ ഇരിക്കണ്ട, അമ്മയും എടുത്തോണ്ട് വാന്ന് പറയുന്നുണ്ട്. അവൾ കുളിക്കാൻ കയറിയതാ, ഇപ്പോഴങ്ങനെ ഇറങ്ങി വരികയില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഒളിഞ്ഞിരുന്നുകൊണ്ട് പതിയെ ജലജ പോയിട്ട് അവളുടെ ഫയലിൽ നിന്നും ആ പേപ്പേഴ്സ് ഒക്കെ പറക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ തിരിച്ചു വരാൻ ഒരുങ്ങാണ്. ഈ സമയത്ത് ജലജ കാഴ്ച കൊണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അബിയുടെ പുറകിൽ നിന്ന് മുത്തശ്ശൻ നിൽക്കുകയാണ്. അബിയാണെങ്കിൽ ഇങ്ങനെ വാതിക്ക് നിൽക്കുന്നുണ്ടല്ലോ, പക്ഷെ അബിയുടെ പുറകിൽ ടെറസിൽ ഇറങ്ങി വന്ന മുത്തശ്ശൻ നിൽക്കുന്ന കാര്യം അബി കാണുന്നുമില്ല കേട്ടോ. ഈ പേപ്പർ കൊണ്ട് ജലജ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്താമ്മ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് കൊണ്ടുപോവാ പെട്ടെന്നാട്ടെ, അവള് കുളിച്ചിട്ട് ഇപ്പൊ ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവളിങ്ങനെ പുറകോട്ട് ഇങ്ങനെ കണ്ണു കാണിക്കുകയാണ്. അബി പുറകോട്ട് നോക്കുമ്പോൾ കാണുന്ന മുത്തശ്ശനായിരിക്കും. അബി ഒന്ന് ഞെട്ടി മാറി നിൽക്കുകയാണ്. അപ്പോഴേക്കും കണ്ണക്കുട്ടിനൊക്കെ ഒരു അറ്റാരം കൊടുത്തിട്ട് മുത്തശ്ശൻ പറയാണ്, നാണമില്ല തള്ളയ്ക്കും മോനും, ഇതുവരെ ഈ പണിന്ന് നിർത്താറായില്ലേ? മോഷണവും കള്ളത്തരവും ഫോട് പണിയും അല്ലാതെ രണ്ടിനും ഒന്നും അറിയില്ല. ഈ തറവാട്ടിൽ നിൽക്കാനുള്ള യാതൊരു യോഗ്യത നിങ്ങൾക്കില്ല. പക്ഷെ എന്റെ കടമയായി പോയി, അതുകൊണ്ട് മാത്രം ചെയ്യാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ അകത്തുനിന്നും എടുത്തുവെച്ച പേപ്പർ അതേപടി തിരിച്ചു വെച്ചിട്ട് ഇറങ്ങി വന്നാ എന്ന് പറയുമ്പോഴേക്കും ജലജ പേപ്പറൊക്കെ എടുത്ത് അതേപടി ഇതിന് ഫയലിൽ വെച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. നല്ല കഴിവുള്ള കുട്ടിയാണ് നയന, അതുകൊണ്ടാണ് അവൾക്ക് അടുത്ത ഡിസൈനറായിട്ടുള്ള പോസ്റ്റ് കിട്ടിയത്. അന്നത്തെ 6 ഡിസൈനറാണ് നല്ലത്, അങ്ങനെ ഒരു പ്ലാനിങ്ങിന്റെ മനസ്സിലുണ്ടായിരുന്നു. നിന്റെ ഡിസൈൻ നല്ലതാണെന്നുണ്ടെങ്കിൽ നിന്നെ കമന്റ് ഹെഡ് ഡിസൈനർ ആക്കണമെന്ന്. പക്ഷെ അന്നും ജയിച്ചത് നയന തന്നെയല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ മുത്തശ്ശാന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട, ആവശ്യമില്ലാതെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്ത് പണി മേടിച്ച് കിട്ടാൻ നിൽക്കരുത്, രണ്ടിനും ഇടയ്ക്ക് പുറത്തു കൊടുത്തേ ഉള്ളൂ, പിന്നെ എതിരാന്ന് വെച്ചാൽ പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയന പറയുന്നുണ്ട്. നയന അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. എന്താ മുത്തശ്ശ, എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ, രണ്ടുപേർക്കും ചെറിയൊരു താക്കീത് കൊടുത്താ എന്നൊക്കെ പറയാണ്. ശരി മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന അവിടുന്ന് മുടിയൊക്കെ ചീരി കെട്ടുന്നുണ്ട്. ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവൊക്കെ വെക്കാണ്. അങ്ങനെ അവൾ അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവളിങ്ങനെ സ്റ്റെയറിന്റെ മുകളിൽ നിന്നും ഫയലൊക്കെ പിടിച്ച് അങ്ങനെ നന്നായിട്ട് ഒരുങ്ങി വരുന്നത് കാണുമ്പോഴേക്കും നയനയും നവിയും അമ്മയെ നോക്കി നിൽക്കാണ്. അവളുടെ മുത്തശ്ശനെ ഒക്കെ അവളെ നോക്കി വേണ്ടി പറയുന്നുണ്ട്. ശരിക്കും ഒരു ദേവി ഇറങ്ങി വരുപോലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കാലത്ത് നല്ല ബോൾഡായിട്ടുള്ള പെൺകുട്ടികൾ വരുന്നത് പോലെയാ. കയ്യിൽ കണ്ടില്ലേ ഫയലൊക്കെ പിടിച്ച് എന്തൊരു ബോൾഡായിട്ട് ഇറങ്ങി വരുന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ നയന കാപ്പ് കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി നോക്കുകയാണ്. എല്ലാം തുറന്നൊക്കെ നോക്കുമ്പോഴേക്കും ദേവ്യാനി അങ്ങോട്ട് വന്നിട്ട് കെട്ടിലമ്മ വന്നോ, പോകാൻ അടിയോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നാ നോക്കിയാൽ മതിയല്ലോ, അതിന്റെ കാര്യമൊന്നും ഇപ്പൊ അറിയണ്ടോ എന്ന് പറയാണ്. അതമ്മേ ഓഫീസിലെ കുറച്ച് വർക്ക് എനിക്ക് രാവിലെ തീർക്കാനുണ്ടായിരുന്നു പറയുമ്പോൾ മതി ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും അവളുടെ ഓഫീസിലെ വർക്ക് വരും, ഇവിടെ വേറെ ആർക്കും ഓഫീസിലെ വർക്കൊന്നും ഇല്ലല്ലോ, രാവിലെ ഇരുന്നേറ്റ് അടുക്കളയിലെ പണി മൊത്തം തീർത്തിട്ട് നീ അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേവ്യാനി ചൂടാവുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശൻ ചോദിക്കാണ്, അല്ല ദേവ്യാനി, ഇവിടുന്നും ജയനും അതുപോലെ തന്നെ അനിയനും പിന്നെ ഞാനും ചില സമയങ്ങളിൽ ഞാനും ആദർശമൊക്കെ ഓഫീസിലേക്ക് പോകുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അവരും രാവിലെ ഇരുന്നിട്ട് കാപ്പി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അത് അച്ഛാന്ന് പറയുമ്പോൾ അച്ഛാന്ന്, എന്താ ഇവിടെ നിനക്ക് അതിനൊരു വേർതിരിവ്, നയനമോളും അവരെ പോലെ തന്നെ പോയി കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്, അപ്പോൾ അവളോട് ജോലി ചെയ്തിട്ട് പോയാൽ മതി, ജോലി ചെയ്തിട്ട് വന്നാൽ എന്നൊക്കെ പറഞ്ഞത് എവിടുത്തെ ന്യായമാണ്? അതല്ല, ഇനി നിനക്ക് നയനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അവൾക്കൊണ്ട് ഒരു സെർവന്റിനെ തയ്യാറാക്കിക്കോളാം, അവള് പോകുമ്പോഴേക്കും അവളുടെ കാര്യങ്ങൾ മാത്രം നോക്കാനായിട്ട് ഒരു സെർവന്റിനെ ദേവ്യാനി
ദേവേനി എന്ത് പറഞ്ഞു ചോദിക്കുകയാണ്. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ ഞാനും ജാനകിയും ലക്ഷ്മിയാണ് ജോലി ചെയ്തെന്ന് പറയുമ്പോൾ ഓഹോ അതാണ് നിനക്കിപ്പോ ഇത്ര വലിയ ബുദ്ധിമുട്ട്, ഇത്രയും കാലം ഇവിടെ ആരെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്. ദേവയാനി മിണ്ടുന്നില്ല. പരദേവയാനി ആരെ നോയിക്കൊണ്ടെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ നയന എന്ന് പറയുമ്പോൾ ആണല്ലോ, അവൾ ഒറ്റയ്ക്ക് ഇത്രയും കാലം എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ 3 പേരില്ലേ? നയന വരുന്നതിന് മുമ്പ് ഇവിടെ വേറെ 2 സെർവന്റും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കൂടെ വിളിപ്പിച്ചു, അല്ലാതെ നയനയെ കൊണ്ട് ഇനി നീ ജോലി ചെയ്യിപ്പിച്ച് പകരം വിട്ടാൽ നീ കരുതണ്ട, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നയന ഇപ്പോ മൂർത്തീസ് ജ്വല്ലറിലെ ചീഫ് ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്, ഡിസൈനർ ആണെന്ന് പറയാണ്. അതുകൊണ്ട് ഇനി അവളെ പ്രതീക്ഷിച്ച് നീ നിൽക്കണ്ട. ചീഫ് ഡിസൈനർ എന്ന് പറഞ്ഞാൽ എന്താണ് അവളുടെ ഒരു ഗമ നിനക്ക് അറിയാമോ? അവളുടെ ഒരു പവർ എന്താണെന്ന് നിനക്ക് അറിയാമോ? അതുകൊണ്ട് ഇനി മേലാൽ നയനമോളോട് ആജ്ഞാപിക്കാൻ നിൽക്കരുത്, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയാണ്. എന്നിട്ട് നയനയാണെങ്കിൽ കാപ്പി എടുത്തുകൊണ്ട് ഇന്ന് കഴിക്കുകയാണ്. അപ്പോഴേക്കും ആദർശനും ജയനും ഒക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. ജയനും ആദർശം ഒക്കെ പറയുന്നുണ്ട്, നീയും ഇരുന്നോ, ഞങ്ങളുടെ കൂടെ നിനക്ക് ഇറങ്ങേണ്ടതല്ലേ, ഞങ്ങളെല്ലാം വിളമ്പി കഴിച്ചോളും എന്ന് പറയാണ്. അവരെല്ലാം അങ്ങനെ കഴിക്കുന്നുണ്ട്, നയനയും കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് ജയൻ മുത്തശ്ശനോട് പറയുന്നുണ്ട്, അച്ഛാ ഇന്നലെ നയന ഒരു ഡിസൈൻ വരച്ച് നമ്മുടെ കമ്പനിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് നമുക്കൊരു ഫോറിൻ കസ്റ്റമർ വന്നിട്ടുണ്ട്, അത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സൈറ്റിലാണ് അവൾ ഡിസൈൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് പുതിയൊരു ഡിസൈനായിട്ട് അവൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. പേറ്റന്റ് നമുക്ക് നയനയുടെ പേരിൽ തന്നെ എടുക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് കണ്ടിട്ട് ജലജ കൊട്ടു സഹിക്കുന്നില്ല. അബിയോട് പറയുന്നുണ്ട്, കണ്ടില്ലടാ അവളുടെ പേരിൽ പേറ്റന്റ് വരെ എടുത്ത് ഡിസൈൻ വരെ ഉണ്ടാക്കാൻ തുടങ്ങി, നീ ഇവിടെ കിഴങ്ങനായിട്ട് അവളുടെ കീഴിൽ ജോലിയും ചെയ്തോണ്ടിരുന്നു എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പം കനകം പറയുന്നുണ്ട്, ഓഹോ എങ്കിലും അവളുടെ ഒരു യോഗമല്ലേ എന്നൊക്കെ പറയാണ്. നഴി പറയണ അതേ അമ്മേ, അവളുടെ നല്ല മനസ്സിലാ അവൾക്ക് അങ്ങനെ ഒന്ന് കിട്ടിയത്, ഞാൻ അങ്ങനെ തെറ്റിയാൻ പോയിട്ടാ എനിക്ക് ഈ ഒരു വിധി ദൈവം തന്നെയെന്നൊക്കെ പറയുന്നുണ്ട്. കനകം പറയാണ്, ഒന്നിനും മോള് വിധിനെ പഴിക്കണ്ട, ഇത്രയും വലിയ കൊട്ടാരത്തിൽ മോള് ജീവിക്കാൻ പറ്റിയില്ലേ, അതുപോലെ തന്നെ മോളുടെ വയറ്റില് അനന്തപുരത്തറവാടിന് അവകാശം കിടക്കുന്നത്, അതുകൊണ്ട് മോള് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാം മാറ്റും, ദൈവം അവന്റെ സ്വഭാവം ശരിയാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അമ്മേ അവൻ്റെ സ്വഭാവം ശരിയാവുമെന്ന്. കാരണം എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അവൻ എത്ര തവണ ശ്രമിച്ചെന്ന് അമ്മയ്ക്ക് അറിയാവോ? ആ സമയത്തൊക്കെ നയൻ എന്നെ ഒരുപാട് രക്ഷിച്ചിട്ടുണ്ട്. എന്നെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ പറഞ്ഞതുപോലും അവനല്ലേ. നിർമ്മലിനെ പോലെ ഒരുത്തനെ കൊണ്ടുവന്ന് എനിക്ക് അവിഹിതം ഉണ്ടാക്കി എന്നെ ഇവിടെ നിറക്കാൻ നോക്കിയത് അവനല്ലേ. അതുകൊണ്ട് എനിക്ക് അവനിൽ യാതൊരു വിശ്വാസവും ഇല്ല അമ്മേ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും നയന കനകം പറയാണ്, സാരമില്ല മോളെ, ഒരു കുഞ്ഞൊക്കെ ആയി വന്ന് അവൻ്റെ കളിയും ചിരിയൊക്കെ കാണുമ്പോഴേക്കും നിൻ്റെ ഭർത്താവിൻ്റെ മനസ്സൊക്കെ മാറിക്കോളും. അവന് ഏറ്റവും ശല്യമായിട്ടും വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നത് ആ തള്ളയ, ആ ജലജ. അവളുടെ ഇതൊന്ന് മാറി കിട്ടുകയാണെങ്കിൽ തന്നെ അവൻ രക്ഷപ്പെടും. അവളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും നമുക്ക് അബിയെ പറിച്ചു മാറ്റണം. അപ്പോൾ തന്നെ നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചു തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, കഴിച്ചു കഴിഞ്ഞെങ്കിൽ എല്ലാവർക്കും പോകാം, സമയമായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം അവിടുന്ന് പോവാണ്. ഈ സമയത്ത് ദേവേനി പറയാണ്, കണ്ടില്ലേ അവളുടെ അഹങ്കാരം പവറും ഒക്കെ ദരിദ്രവാസിയായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നോളാം. ഇപ്പൊ മൂർത്തീസ് ജ്വല്ലറിയുടെ 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിക്കാരിയായി പണ്ടേതോ തുണിക്കൊക്കെ ഡിസൈൻ അടിച്ചുകൊണ്ടിരുന്നവളാ, അവളുടെ പവറും പത്രാസൊക്കെ കണ്ടില്ലെന്ന് ചോദിക്കുകയാണ്. മൂർത്തി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ദേവേനി ഇത്ര അസൂയ? നിന്റെ മരുമകൾ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് വന്നതിന് നീ അഭിമാനിക്കല്ലേ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. പിന്നെ മേലാൽ ഇമ്മാതിരി വർത്തമാനം പറയാൻ പാടില്ല, നയന എന്ന് പറഞ്ഞത് ഒരു കഴിവുള്ളൊരു പെൺകുട്ടിയാണ്, ഈ വീടിന്റെ ഐശ്വര്യമാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയാണ്.